ഓണം ആഘോഷിക്കാൻ നാട്ടിലെത്തിയ പ്രവാസികൾക്ക് തിരിച്ചടിയായി വിമാന ടിക്കറ്റ് നിരക്കുകൾ കുത്തനെ ഉയരുന്നു. ഗൾഫ് രാജ്യങ്ങളിലേക്ക് മടങ്ങാൻ ഇനി ഇരട്ടിയിലധികം തുക ചെലവാക്കേണ്ട സാഹചര്യമാണെന്ന് റിപ്പോർട്ടുകൾ. ഓണം പ്രമാണിച്ച് ജൂലൈയും ഓഗസ്റ്റ് മാസങ്ങളിലാണ് ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് കൂടുതൽ മലയാളികൾ കുടുംബസമേതം നാട്ടിലെത്തുന്നത്. യുഎഇയിലെ സ്കൂൾ സമ്മർ അവധിയും ഇതേ സമയത്തായതിനാൽ യാത്രക്കാരുടെ തിരക്ക് വലിയ തോതിൽ വർദ്ധിച്ചിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് കേരളം ഉൾപ്പെടെയുള്ള ഇന്ത്യൻ നഗരങ്ങളിൽ നിന്ന് യുഎഇയിലേക്കുള്ള വിമാന ടിക്കറ്റ് നിരക്കുകൾ കുത്തനെ ഉയർന്നതായി ഖലീജ് ടൈംസ് റിപ്പോർട്ട് ചെയ്തത്. ഏറ്റവും വലിയ വർധനവ് ബംഗളൂരു ദുബായ് റൂട്ടിലാണ്. ഓഗസ്റ്റ് 13-ന് 828 ദിർഹമായിരുന്ന ടിക്കറ്റ് നിരക്ക് ഓഗസ്റ്റ് 30-ഓടെ 1694 ദിർഹമായി. ഇന്ത്യൻ രൂപയിൽ ഇത് ഏകദേശം 21,440 രൂപയിൽ നിന്ന് 43,865 രൂപയിലേക്ക് ഉയർന്നതായാണ് കണക്കുകൾ. കൊച്ചി ദുബായ് റൂട്ടിലും സമാനമായ വർധനവാണ് രേഖപ്പെടുത്തിയത്. 1,424 ദിർഹമായിരുന്ന നിരക്ക് 2,943 ദിർഹമായി. അതായത് ഏകദേശം 36,873 രൂപയിൽ നിന്ന് 76,207 രൂപയിലേക്ക് ഉയർന്നു. കോഴിക്കോട് ദുബായ് റൂട്ടിൽ 1,174 ദിർഹത്തിൽ നിന്ന് 2,022 ദിർഹമായി. ഏകദേശം 30,400 രൂപയിൽ നിന്ന് 52,358 രൂപയായി വർദ്ധിച്ചു. മുംബൈ ദുബായ് റൂട്ടിൽ 280 ദിർഹത്തിൽ നിന്ന് 1,095 ദിർഹമായും ഉയർന്നതായി റിപ്പോർട്ടിൽ പറയുന്നു. അതേസമയം കറാച്ചി, ലാഹോർ എന്നിവിടങ്ങളിൽ നിന്ന് യുഎഇയിലേക്കുള്ള ടിക്കറ്റ് നിരക്കുകൾ കുറവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ന്യൂയോർക്ക് ദുബായ് റൂട്ടിൽ വലിയ മാറ്റമില്ലെന്നും ലണ്ടനിൽ നിന്ന് ദുബായിലേക്കുള്ള കണക്ഷൻ ഫ്ലൈറ്റുകൾക്ക് ചില കുറവുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും നേരിട്ടുള്ള സർവീസുകളുടെ നിരക്ക് വർദ്ധിച്ചിട്ടുണ്ടെന്നും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. ഓണം കഴിഞ്ഞ് ഗൾഫ് രാജ്യങ്ങളിലേക്ക് മടങ്ങാനൊരുങ്ങുന്ന പ്രവാസി കുടുംബങ്ങൾക്കും വിദ്യാർത്ഥികൾക്കും ഈ വർധനവ് വലിയ സാമ്പത്തിക ബാധ്യതയാകുമെന്ന ആശങ്ക ശക്തമാകുകയാണ്.